2023 വർഷം UP ക്ലാസ്സിൽ ചോദിച്ച വാഗ്മയ പരീക്ഷയുടെ ചോദ്യപേപ്പർ പരിശോധിക്കാം. ഇത് സബ് ജില്ലാതല ചോദ്യപേപ്പറാണ്. ആകെ 6 ചോദ്യങ്ങളാണ്. 40 സ്കോറാണ് മാക്സിമം മാർക്ക്. ഒന്നാമത്തെ ചോദ്യം, അവിടെ ഒരു വായനക്കുറിപ്പ് തന്നിട്ടുണ്ട്. ആ വായനക്കുറിപ്പ് വായിച്ചതിന് ശേഷം സംഭാഷണം എഴുതാനാണ് പറയുന്നത്. ഈ സംഭാഷണം 10 മാർക്കാണ്. ഈ സംഭാഷണം നമ്മൾ ശരിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 10 മാർക്ക് കിട്ടും. അപ്പോൾ ഈ സംഭാഷണത്തിന് നമ്മളൊരു തലക്കെട്ട് വേണം, അതിനൊരു മാർക്കുണ്ട്. തുടക്കം ആകർഷകമാകണം. അതായത് ഇവർ കുറേ കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്നു എന്നുള്ളത് വായനക്കാർക്ക് ബോധ്യമാകുന്ന രീതിയിലുള്ള ഒരു തുടക്കം വേണം. അങ്ങനെ ഒരു തുടക്കം നിങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇനി ഓർമ്മകൾ പങ്കുവയ്ക്കൽ, അതായത് കാണാതിരുന്ന കാലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ ആ ഓർമ്മയുടെ പങ്കുവയ്ക്കലിന് നിങ്ങൾക്ക് 3 സ്കോർ ലഭിക്കും. ഇനി നല്ല ഭാഷ, സംഭാഷണത്തിന് ചേർന്ന ഭാഷയാണെങ്കിൽ 2 മാർക്ക്. ഈ സംഭാഷണം ഒരു ക്രമാനുഗതമായി വന്ന് അവസാനിപ്പിക്കുന്ന രീതിയിൽ അവസാനിപ്പിക്കണം. പെട്ടെന്ന് ശരി പിന്നെ കാണാമെന്ന് പറഞ്ഞു പോകുന്നത് പോലെയുള്ള ഒരു പെട്ടെന്നുള്ള ഒരു നിർത്തൽ പാടില്ല. ആ ക്രമാനുഗതമായിട്ടുള്ള അവസാനിപ്പിക്കലാണെങ്കിൽ 2 സ്കോർ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ആകെ 10 സ്കോറാണ് ഈ സംഭാഷണം പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രവർത്തനം 2 നോക്കാം. ഇവിടെ ഒരു 5 വാക്കുകൾ തന്നിട്ടുണ്ട്. അത് തെറ്റിച്ചും ശരിയാക്കിയും കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയാക്കിയത് മാത്രം കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതാനാണ് പറയുന്നത്. അതിന് 5 മാർക്കാണ്, ഓരോന്നിനും ഓരോ മാർക്ക്. അടുത്ത പ്രവർത്തനം 3 ആണ്. അവിടെ സമാനമായ സ്ഥലനാമങ്ങളോ മറ്റു നാമങ്ങളോ ചേർത്ത് താളക്രമത്തിൽ വരികൾ കൂട്ടിച്ചേർക്കുക. 5 മാർക്കാണ്. ഇവിടെയും കവിതാപൂരണമാണ് ഉദ്ദേശിക്കുന്നത്. ഈ കവിതാപൂരണം സ്ഥലപ്പേരുകൾ വെച്ചിട്ടുള്ള കവിതാപൂരണമാണ്. നല്ല രസകരമായിട്ടുള്ള ഒന്നാണ്. അത് പൂരിപ്പിച്ചെഴുതുക. അതിന് 5 മാർക്ക് ലഭിക്കുന്നതാണ്. പ്രവർത്തനം 4, വാക്യം തിരുത്താം, ശരി എഴുതാം. അവിടെ ഓരോ വാക്യത്തിലും ചെറിയൊരു തെറ്റുകളുണ്ട്. ഈ 5 വാക്യങ്ങളാണ് തന്നിരിക്കുന്നത്. 5നും ഓരോ തെറ്റുകളുണ്ട്. ആ തെറ്റ് കണ്ടെത്തി പൂരിപ്പിച്ച് എഴുതുക. അഞ്ചാമത്തെ ചോദ്യം, പഴഞ്ചൊല്ലുകൾ പരിശോധിക്കുക. ജീവിതത്തിലെ വിവിധ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത്തരം ചൊല്ലുകൾ ഇന്നും പ്രസക്തമാണോ? നിങ്ങളുടെ നിരീക്ഷണം ഒരു കുറിപ്പായി എഴുതുക. അവിടെ 2 പഴഞ്ചൊല്ലുകൾ തന്നിട്ടുണ്ട്. എല്ല് മുറിയെ പണിതാൽ പല്ല് മുറിയെ തിന്നാം, മടിയൻ മല ചുമക്കും. ഈ 2 പഴഞ്ചൊല്ലും പരിശോധിച്ചതിന് ശേഷം കുറിപ്പ് പോലെ എഴുതുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഈ 2 പഴഞ്ചൊല്ലും ഒരേ ആശയം വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് മാർക്ക് തരുന്നത് നോക്കാം. ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ അർത്ഥം എന്താണെന്ന് സൂചിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 പഴഞ്ചൊല്ലിൻ്റെയും അർത്ഥം എന്താണ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു മാർക്ക് കിട്ടും. ഇനി മറ്റൊന്ന്, കാലിക പ്രസക്തി, അതായത് ഇന്നത്തെ കാലത്ത് ഈ പഴഞ്ചൊല്ലിന് പ്രാധാന്യമുണ്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മളുടെ എഴുത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 2 സ്കോർ ലഭിക്കും. ഇനി അതോടൊപ്പം തന്നെ ഈ പഴഞ്ചൊല്ലിനെ കുറിച്ച് നമ്മളുടേതായ ഒരു നിരീക്ഷണം അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് അതിന് ലഭിക്കും, 2 സ്കോർ ലഭിക്കും. അങ്ങനെ ആകെ 5 സ്കോർ ലഭിക്കുന്നതാണ്. ഇനി 6ാമത്തെ ചോദ്യം, കഥാസ്വാദനമാണ്. തന്നിരിക്കുന്ന കഥ വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അവിടെ മിണ്ടാപ്രാണിയുടെ പരാതി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ കഥ കൊടുത്തിട്ടുണ്ട്. 2 പേജിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കഥ വായിക്കുക, അതിനുശേഷം ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുക. ഇത്രയുമാണ് 2023 വാങ്മയ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.